വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ പല ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് കൂടുതലും നമ്മുടെ സിലബസ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലാണ് സിലബസ് കവറായി. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സിലബസിൽ ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും കുറെ അതിനകത്ത് ഡയറക്റ്റ്ലി പറയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും ചില ലേണിംഗ് തിയറീസ് ഒക്കെയാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ടൈമിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് എല്ലാ തിയറീസും എല്ലാം അത്ര വാസ്റ്റ് ആയിട്ടൊന്നും പറയാനുള്ള സമയമില്ല. എങ്കിലും പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിയറീസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇത് ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Cone of experience related to teaching learning was suggested by who എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ 4 പേരുകളും നമ്മുടെ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട ലേണിംഗ് തിയറീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ജോൺ ഡൂയി, കിൽപാട്രിക്, ജീൻ പിയാഷെ ആൻഡ് എഡ്ഗർ ഡേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് എന്തായി കോൺ ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ പേരൊന്നും നമ്മുടെ സിലബസിനകത്തില്ല. എങ്കിലും ഇത് ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്താണ് ഈ കോൺ ഓഫ് എക്സ്പീരിയൻസ്? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ 4 ആണ്, എഡ്ഗർ ഡെയിലാണ്. നമ്മള് എഡ്ഗർ ഡെയില് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ആ ഒരു കോണിന്റെ റെപ്രസെന്റേഷൻ ആണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. തന്നെ നമ്മൾ പല ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസസ്, കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസസ്, ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസസ്, ഡെമോൺസ്ട്രേഷൻ, ഫീൽഡ് ട്രിപ്പ്, എക്സിബിഷൻ, മോഷൻ പിക്ചേഴ്സ്, ഓഡിയോ റെക്കോർഡിംഗ്സ്, പിക്ചേഴ്സ് ഓഫ് വിഷ്വൽ സിംബൽസ്, അതുപോലെ വെർബൽ സിംബൽസ്, ഇങ്ങനെ പലതായിട്ട് നമ്മൾ അതിനെ നമ്മളല്ല എഡ്ഗർ ഡെയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതെന്ന് ചോദിച്ചാൽ ഇതൊരു വിഷ്വൽ മോഡൽ. കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ മോഡലാണ്. ഇത് എന്തിനെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഷോസ് ദ പ്രോഗ്രഷൻ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ലേണിംഗ് എക്സ്പീരിയൻസിന്റെ ഒരു പ്രോഗ്രഷൻ എന്ന് ഒരു പടം വരച്ച് അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുകയാണ്. 1946 അദ്ദേഹത്തിന്റെ ഓഡിയോ വിഷ്വൽ മെത്തേഡ്സ് ഇൻ ടീച്ചിങ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എഡ്ഗർ ഡെയിൽ ഈ എക്സ്പീരിയൻസസിനെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തിയറി അനുസരിച്ച് learners retain more information by what they do as opposed to what is heard, read or observe. നമ്മൾ വായിക്കുകയോ നമ്മൾ ഒബ്സർവ് ചെയ്യുകയോ നമ്മൾ കേൾക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇൻവോൾവ്ഡ് ആകുന്ന നമ്മുടെ ഒരു ആക്ടിവിറ്റി, ലേണിംഗ് ബൈ ഡൂയിങ് എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു കാര്യം ചെയ്ത് പഠിച്ചാല് നമുക്കത് കൂടുതലായിട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും എന്നുള്ള ഒരു തിയറിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓട്ടത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ ഈ കോണിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഇതിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് കോൺക്രീറ്റ്, അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ്. അപ്പം ഈസി ടു ഡിഫിക്കൽട്ട് എന്നുള്ള ഒരു നിലയിലല്ല ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്നുള്ള രീതിയിലാണ്. അതായത് കോൺക്രീറ്റും അബ്സ്ട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്കൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള, നമ്മുടെ സെൻസ് ഓർഗൻസോട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തൊടാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന, അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഈ കോൺക്രീറ്റ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ അമൂർത്തമായിട്ടുള്ള, അതായത് നമ്മുടെ ആശയങ്ങൾ, ഐഡിയാസ്, അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ, നമുക്കൊന്ന് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത നമ്മുടെ ഐഡിയോളജി, ഐഡിയാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ അബ്സ്ട്രാക്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ലെവലിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്ക് ആണ് ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും ബേസിൽ നമ്മുടെ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണെങ്കിലും കോൺട്രൈവ്ഡ് അല്ലെങ്കിൽ ഡ്രമാറ്റൈസ്ഡ്, ഡെമോൺസ്ട്രേഷൻ ഒക്കെ വരുന്നത് നമ്മുടെ മോട്ടോർ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സിന്റെ ബേസിസിലാണ്. അതിന് മുകളിലേക്ക് കോഗ്നിറ്റീവ് സ്കിൽസ്, ഏറ്റവും മുകളിലാകും ഇൻഫർമേഷൻ. അങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് ഒരു
അതിന്റെ ലാസ്റ്റ് ബേസിൽ നമ്മൾ നോക്കിയാൽ കാണാം 90% ഓഫ് വാട്ട് ദേ ഡു ആസ് ദേ പെർഫോം ദ ടാസ്ക്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, പെർഫോം ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുക. 90% നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള, നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്ത് പഠിച്ച അല്ലെങ്കിൽ പെർഫോം ചെയ്ത ഒരു കാര്യമായിരിക്കും നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു 70%, നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു 50%, നമ്മൾ കാണുക മാത്രം ചെയ്തതാണെങ്കിൽ ഒരു 30%, കേൾക്കുക മാത്രം ചെയ്തതാണെങ്കിൽ ഒരു 20%, നമ്മൾ വായിച്ച കാര്യങ്ങളാണെങ്കിൽ ഒരു 10%. അങ്ങനെയാണ് അദ്ദേഹം ഇതിനകത്ത് തിയറിക്കകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ഏറ്റവും ബേസ് ലെവലിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെയാണ് ഈ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ എന്താണ് ഇൻവോൾവ് ആയിട്ട് നമുക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസസ് കിട്ടുന്നതിനെയാണ്. ഇനി രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു മോഡൽസ്, റെപ്രസെന്റേറ്റീവ് മോഡൽസ് അല്ലെങ്കിൽ മോക്കപ്സ്, അങ്ങനെയുള്ള റിയാലിറ്റി അല്ല, റിയാലിറ്റിയുടെ ഒരു സിമുലേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ എക്സ്പീരിയൻസിനെയാണ് ഈ കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഒരു റോൾ പ്ലേ ഒക്കെ പോലെ നമ്മുടെ റിയാലിറ്റിയുടെ ഒരു റീകൺസ്ട്രക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസസിനെ നമ്മുടെ ഒരു റോൾ പ്ലേ ഒക്കെ പോലെയുള്ള കാര്യങ്ങളാണ് ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസ് എന്നുള്ളതും ഉദ്ദേശിക്കുക. ഇനി ഡെമോൺസ്ട്രേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയാസിനെ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റുകളെയൊക്കെ പിക്ചർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മോഡൽസ് ഉപയോഗിച്ചൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതിന് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് വരുന്നത്. ആ വാക്കുകൾ സൂചിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിനുള്ളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളൊരു ഫീൽഡ് ട്രിപ്പിന് പോയിട്ട്, ഒരു ഫീൽഡ് വിസിറ്റിന് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളവിടെ ചെല്ലുന്നു, കാണുന്നു, കേൾക്കുന്നു. നമ്മൾ ക്ലാസ് റൂമിനകത്ത് കാണിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ പുറത്ത് പോയി ഒരു കമ്മ്യൂണിറ്റിയെ കണ്ട, കമ്മ്യൂണിറ്റിയുടെ കൂടെ ആയിരുന്നുകൊണ്ടൊക്കെ പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഫീൽഡ് വിസിറ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് വരുന്നത് എക്സിബിഷൻസ് ആണ്. എക്സിബിഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മള് പിക്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മോഡൽസ് ആയിരിക്കാം, റെപ്രസെന്റേഷൻസ് ഒക്കെ ആയിരിക്കാം, നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നു, അതിനെ കണ്ട് മനസ്സിലാക്കുന്നു. മോഷൻ പിക്ചേഴ്സും ഇതുപോലെ തന്നെ നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന കാര്യം. നമ്മുടെ ഫിലിം അല്ലെങ്കിൽ ടെലിവിഷൻ എന്നൊക്കെ പറയുന്നത് കാണുകയും അതോടൊപ്പം കേൾക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇനി ഓഡിയോ റെക്കോർഡിങ്സ് അല്ലെങ്കിൽ ഫോട്ടോ, ഇതൊക്കെ നമ്മുടെ വിഷ്വൽ അല്ലെങ്കിൽ ഓഡിറ്ററി ഡിവൈസസ് ആണ്. നമ്മൾ കേട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പിക്ചേഴ്സ് കണ്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങനെ. ഇനി വിഷ്വൽ സിംബൽസിലേക്ക് വരുമ്പോൾ അതിനകത്ത് കാണുക എന്ന് പറയുന്ന ഒരൊറ്റ ഐഡിയ മാത്രമേ ഉള്ളൂ. നമ്മൾ വിഷ്വൽ സിംബൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ചാർട്ടുകള്, മാപ്പുകള്, ഗ്രാഫുകള്, ഡയഗ്രംസ്, ഇതൊക്കെ ഒരു അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻസ് ആണ്. വെർബൽ സിംബൽസിലേക്ക് വരുമ്പോൾ ഇതുപോലെ വാക്കുകള്, നമ്മുടെ അതിന്റെ അർത്ഥങ്ങള്, വേർഡ്സ്, ഐഡിയാസ്, പ്രിൻസിപ്പിൾസ്, ഫോർമുലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വെർബൽ സിംബൽസിലേക്ക് വരുന്നത്. നിങ്ങൾ ആ കോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഡ്രാമ, റോൾ പ്ലേ, ഡെമോൺസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമ്മളും കൂടി ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് കോൺക്രീറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഏറ്റവും മുകളിൽ അതിന്റെ ടിപ്പിൽ വരുന്നതാണ് വെർബൽ സിംബൽസ് അല്ലെങ്കിൽ പിക്ചേഴ്സ്, വിഷ്വൽ സിംബൽസ് എന്നൊക്കെ പറയാം. അത് കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റ് ആണ്. അതായത് നമ്മുടെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ, ഒരു ഫോർമുല എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റ് ആണ്. അതൊരു ഹൈ ലെവലാണ്, ഹൈ ലെവൽ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഏറ്റവും താഴെ വരുന്നത് നമ്മുടെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നൊക്കെ പറയുന്ന ഒരു ലെവലാണ്. ഏറ്റവും മുകളിൽ വരുന്നത് അതിന്റെ ഒരു അബ്സ്ട്രാക്ട് ലെവലാണ്, ഹൈ ലെവലില് വരുന്നത്. ഇതാണ് നമ്മുടെ മോഡ് ഓഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട്. ഇനി അടുത്തത് രണ്ടാമതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, in Gagney's hierarchy of learning, which type of learning immediately precedes rule learning? നമ്മുടെ സിലബസിനകത്ത് നമ്മളിങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല, ഗാഗ്നേനെ കണ്ടിട്ടില്ല, ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്താണെന്നൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഈ ലേണിംഗ് തിയറീസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലേണിംഗ് തിയറീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് റോബർട്ട് ഗാഗ്നെ, അദ്ദേഹത്തിന്റെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഇതിനകത്ത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ്, 2 കോൺസെപ്റ്റ് ലേണിംഗ്, 3 ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, ആൻഡ് 4 ചെയിൻ ലേണിംഗ്. അപ്പൊ ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം.
ഗാഗ്നീസ് ഹൈറാർക്കി ഓഫ് ലേണിംഗിനെ നമ്മളൊരു കോൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഏറ്റവും ബേസിൽ വരുന്നതാണ് സിഗ്നൽ ലേണിംഗ്. ആ ലേണിംഗ് ഹൈറാർക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സിഗ്നൽ ലേണിംഗിലാണ്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ഇങ്ങനെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. റോബർട്ട് എം ഗാഗ്നെ പല ലേണിംഗ് കണ്ടീഷൻസിനെ കുറിച്ച് അദ്ദേഹം തന്നെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഹൈറാർക്കിയൽ മോഡൽ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗിനെ അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. അതായത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് അതിനകത്ത് നമ്മുടെ ഒരു സിഗ്നൽ ലേണിംഗിനകത്ത് നമ്മൾ പറയുന്നത്. ഒരു കാര്യം കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുക, എന്താണെന്ന് തിരിച്ചറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിഗ്നൽ ലേണിംഗ്. നമ്മുടെ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ സിഗ്നൽ ലേണിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്ന് പറയുമ്പോൾ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ റെസ്പോൺസിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമുക്ക് ഇന്ന റെസ്പോൺസ് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് സ്റ്റിമുലസ് കൊടുക്കണം എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. അത് നമ്മുടെ BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയാം. അതിനുശേഷം വരുന്നതാണ് ചെയിനിങ്. ചെയിനിങ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റിമുലസ് റെസ്പോൺസിനെ ഒന്നിലധികം സ്റ്റിമുലസ് റെസ്പോൺസുകളെ നമ്മൾ ഇന്റർലിങ്ക് ചെയ്തിട്ടാണ് ചെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുക. അതായത് ഇപ്പം ഒരു എന്താണ്, നിങ്ങൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് എഴുതാനായിട്ട് പഠിക്കുന്നു. അപ്പൊ എന്റെ പേര് നിത്യ എന്നാണ്. അപ്പം ഞാൻ അതിന്റെ ഒരു സ്പെല്ലിംഗ് ഉണ്ട്, NITHYA. അപ്പൊ പഠിച്ചൊരു കുട്ടി ആ ഓരോ ആൽഫബറ്റിനെ പെറുക്കി വെച്ചിട്ട് നിത്യ എന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ NITHY എന്ന് തന്നെ എഴുതണം, അല്ലെ? അല്ലാതെ എന്നിന് പകരം എല്ലോ എമ്മോ ഒക്കെ ഇട്ടാലും അതിനെ നമുക്ക് നിത്യ എന്ന് വായിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഓരോന്നിനെയും ചേർത്ത് ലിങ്ക് ചെയ്ത് നമ്മളൊരു ഒരു വാക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ചെയിനിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പല സ്റ്റിമുലസ് റെസ്പോൺസുകളെ നമ്മൾ കൂട്ടിച്ചേർത്ത് ഇന്റർലിങ്ക് ചെയ്തിട്ട് നമ്മളൊരു ചെയിൻ രീതിയിൽ ഫോം ചെയ്യുന്നു. ഇനി വെർബൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ലേണേഴ്സ് ഐഡന്റിഫൈ ആൻ ഒബ്ജക്ട് വിത്ത് ഇറ്റ്സ് നെയിം. അതായത് ഒരു സാധനം കാണുമ്പോൾ ലേണർ അതിന്റെ ഒരു ബോള് കാണുമ്പോൾ അതിന്റെ നിറവും കൂടി വെച്ചിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതൊരു ചുവന്ന ബോളാണ്, അല്ലെങ്കിൽ ഒരു റെഡ് ബോൾ ആണെന്ന് മനസ്സിലാക്കുന്നു. വെർബലി അതിനെ അസോസിയേറ്റ് ചെയ്യാണ്. ബോള് ആദ്യം കുട്ടി പഠിച്ചു, B4 ബോൾ ആണെന്ന് പഠിച്ചു, ബോൾ എങ്ങനെ ഇരിക്കുമെന്ന് പഠിച്ചു, ബോൾ കണ്ടു, ബോൾ തൊട്ടു, ബോളിനെ മനസ്സിലാക്കി. ഇനി എവിടെ കണ്ടാലും ബോൾ ആണെന്ന് കുട്ടിക്ക് അറിയാം. പക്ഷെ അതിന്റെ നിറവും കൂടി മനസ്സിലാക്കിയിട്ട് അത് റെഡ് കളർ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ റെഡ് ബോൾ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങും. സോറി, എന്റെ സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ആയിപ്പോയി. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ഇനി വരുന്നത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ്. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിനെ മറ്റൊരു സാധനത്തിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കാനായിട്ട് ലേണറിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷനകത്ത് വരുന്നത്. ഇനി കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലാസ് ഓഫ് സ്റ്റിമുലൈ, അതായത് ഒരു സാധനത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഷേപ്പ്, അതിന്റെ സൈസ് ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എന്താണ് ഈ കോൺസെപ്റ്റ് എന്നുള്ളത് ലേണർ മനസ്സിലാക്കി എടുക്കുന്നതിനാണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുക. റൂൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന്റെ ഒരു ലോജിക്കിനെ മനസ്സിലാക്കുകയാണ്. ദിസ് ഇസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ദെയർ ഇസ് എ പ്രൂവൺ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ലോജിക് ബിഹൈൻഡ് ദ കോൺസെപ്റ്റ് ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ ഒരു കോൺസെപ്റ്റ് പഠിച്ചു, എന്താണ് ഒരു കാര്യം, ഒരു ഐഡിയ, ആ ഐഡിയ എന്താ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റിന്റെ സൈസ്, ഷേപ്പ് പോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അപ്പൊ എന്താണ് ആ കോൺസെപ്റ്റ്? ഒറ്റ വാക്കിൽ ഇന്ന കാര്യം പറയുമ്പോൾ അതിന്റെ മനസ്സിൽ വരും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് പഠിച്ചു. ഇനി റൂള് പഠിക്കുകയാണ്. അതായത് ആ കോൺസെപ്റ്റിന്റെ പുറകിലുള്ള ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സച്ച് ആസ് വാട്ടർ ബോയിലിംഗ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്, വെള്ളം തിളയ്ക്കണമെങ്കിൽ അത് ഒരു 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നതെന്ന് പറയുന്നത് പോലെ ഒരു റൂൾ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയാണ്. പിന്നെ വരുമ്പോൾ പ്രോബ്ലം സോൾവിംഗ് ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത്. ലേണർ ആ പഠിച്ച റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ഏറ്റവും ബേസിൽ വരുന്നതാണ് ഈ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, പിന്നെ വെർബൽ അസോസിയേഷനിലേക്ക് വരുന്നു,
മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷനിലേക്ക് വരുന്നു, കോൺസെപ്റ്റ് പഠിക്കുന്നു, അതിന്റെ പിന്നിലുള്ള ലോജിക് അല്ലെങ്കിൽ റൂള് മനസ്സിലാക്കുന്നു, ആ റൂൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവിങ്ങിലേക്കൊക്കെ വരുന്നു. അപ്പൊ ഇതിനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ പോലും നോക്കുക, ഇപ്പം ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ്സ് റൂൾ ലേണിംഗ്? റൂൾ ലേണിംഗിന് തൊട്ട് മുന്നേ വരുന്ന ടൈപ്പ് ഓഫ് ലേണിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ച് അറിയില്ല എങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ തന്നെ അത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. ഇപ്പൊ ഈ ഡെയിൽസ് ഫോൺ ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് പഠിച്ചു. ഇതുപോലെ തന്നെ പല ആളുകളും ഇപ്പൊ എബ്രഹാം മാസ്ലോയുടെ നീറ്റ് തിയറി, പല തിയറികളുണ്ട്. ഇത് തന്നെ നിങ്ങൾ പല പേപ്പറുകളിൽ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പേപ്പർ 2 നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകാൻ അല്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഏതെങ്കിലുമൊക്കെ കോഡ് ഭാഷകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതിനെ പഠിച്ചിരുന്നത് സിഗ്നല് കിട്ടാതെ സ്റ്റേഷനിൽ ചെന്ന് ചെയിൻ വെറുതെ വലിച്ച് എന്താണ് മനു ഡിസ്കോ കളിച്ച് റൂള് തെറ്റിച്ച് പ്രോബ്ലം ഉണ്ടാക്കി എന്നൊക്കെയാണ്. അതിപ്പോ ഞാൻ പഠിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് അതേ കോഡൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾക്കെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല, കാരണം വാക്കുകളിൽ തന്നെ അതിന്റെ മീനിങ് കിടക്കുന്നത് കൊണ്ട് ഇത് നിങ്ങൾ കാണാതെ എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ ഉപയോഗിച്ച് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ഇനി അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്, എ ചൈൽഡ് ഓഫ് ഫസ്റ്റ് ക്ലാസ് is trying to learn how to draw a circle on his own but is able to do with the help of his or her teacher the light of Vygotsky's theory. It highlights what? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ വൈഗോസ്കി എന്നൊരു പേര് പറയുന്നില്ല, അല്ലെങ്കിൽ ഒന്നും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെ ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് അസിമിലേഷൻ, അഡോപ്ഷൻ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോറി, എന്റെ സ്ക്രീൻ ഷെയർ പോയി. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വൈഗോസ്കി എന്ന് പറയുന്ന അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അല്ലെങ്കിൽ അതിനെ ZPD എന്നാണ് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും പറയാറുള്ളത്. ZPD എന്ന് വേണമെങ്കിലും ചോദിക്കാം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് മുഴുവനായിട്ട് വേണമെങ്കിലും പറയാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സ്പേസ് ആണ്, സ്പേസ് ബിറ്റ്വീൻ വാട്ട് എ ലേണർ ക്യാൻ ഡു ഇൻഡിപെൻഡന്റ്ലി ആൻഡ് വാട്ട് ദേ ക്യാൻ അച്ചീവ് വിത്ത് സപ്പോർട്ട് ഫ്രം സമ്മൺ മോർ നോളജബിൾ. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ കാര്യമാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് അവന് സ്വന്തമായിട്ട് ഒരു വട്ടം വരയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അവനൊരു ഒരു സർക്കിൾ വരയ്ക്കാൻ അവന് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവന്റെ ടീച്ചറിന്റെ സഹായത്തോടു കൂടി അവനൊരു വട്ടം വരയ്ക്കുന്നു. അതായത് ലേണറിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ലേണറിനേക്കാൾ കുറച്ചുകൂടി നോളജബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുള്ള ഒരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ ഹെൽപ്പോട് കൂടി ലേണറിന് അത് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള, ഇത് ചെയ്യാൻ പറ്റാത്തതും അവന് ചെയ്യാൻ പറ്റുന്നതും, അത് രണ്ടിന്റെയും തമ്മിലുള്ള സ്പേസിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുക. സോറി, എന്റെ സ്ക്രീൻ ഷെയർ കൂടി ഞാൻ അതിന്റെ ഒരു പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയാ. ഇതിനകത്ത് തിങ്സ് ദ ലേണർ ക്യാൻ ഡു ഓൺ ഹിസ് ഓൺ, എനിക്ക് സ്വന്തമായിട്ട് വേറെ ആരുടെയും ഹെൽപ്പ് കൂടാതെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. തിങ്സ് ദ ലേണർ ക്യാനോട്ട് ഡു, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കും പറ്റാത്ത കാര്യങ്ങൾക്കും തമ്മിൽ ഇടയിലുള്ള ഒരു സോണിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറ്റാത്ത ഒരു കാര്യം വേറൊരാളുടെ ഹെൽപ്പോട് കൂടി, ഒരു ടീച്ചറുടെ ഹെൽപ്പോട് കൂടി,
കൂടി അല്ലെങ്കിൽ എന്നെക്കാൾ നോളജബിൾ ആയിട്ടുള്ള എന്നേക്കാൾ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പോട് കൂടി ഞാൻ ചെയ്യുന്നു. ആ ഒരു സ്പേസിനെയാണ്, ആ ഒരു സോണിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു സ്കഫോൾഡിങ്ങിന്റെ ആവശ്യം പറയുന്നത് ടീച്ചേഴ്സിന്റെ ഒരു റോള്, അവിടുത്തെ റോൾ എന്ന് പറയുന്നത് ഒരു സ്കഫോൾഡർ ആയിട്ടാണ്. ടീച്ചർ കുറച്ചൊരു കുട്ടിക്ക് ഒരു കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ടീച്ചർ ഇവിടെ വർക്ക് ചെയ്യുന്നു. ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റില് ആ സോണില് ടീച്ചർ ഒരു സ്കഫോൾഡർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കുട്ടിക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് അവന് വട്ടം വരയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. ടീച്ചർ അവനെ ഹെൽപ്പ് ചെയ്ത് അവനെ സ്വന്തമായിട്ട് വട്ടം വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് അവൻ സർക്കിൾ ഡ്രോ ചെയ്യുന്നില്ല. ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ ടീച്ചർ അവനെ ഹെൽപ്പ് ചെയ്ത് അവന് അത് വരയ്ക്കാനായിട്ട്, ഒറ്റയ്ക്ക് വരയ്ക്കാനായിട്ട് അവന് കേപ്പബിൾ ആക്കി മാറ്റുന്നു. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആസ് പെർ ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഓഫ് ജീൻ പിയാഷെ, അഡോളസെന്റ് സ്റ്റുഡൻസ് ആർ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്? ജീൻ പിയാഷെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി അനുസരിച്ച് അഡോളസെന്റ് സ്റ്റുഡൻസ് ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെൻസറി മോട്ടോർ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിന്റെ ഉത്തരം വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോ ജീൻ പിയാഷെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ, നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു വികാസത്തിനെ 4 സ്റ്റേജുകളായിട്ടാണ്, 4 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ്, അതായത് ഒരു 0 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഏജിനെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. 2 മുതൽ 7 വയസ്സ് വരെ ആകുമ്പോൾ നമ്മൾ അതിനെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നു. 7 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഉൾപ്പെടുത്തുക. 11 വയസ്സിനും അതിന് മുകളിലേക്കുമാണെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് വാട്ടർ ആണ്. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുട്ടി വെള്ളം കുടിക്കുന്നു, വെള്ളത്തിൽ കളിക്കുന്നു, വെള്ളം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അവന്റെ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് അവനൊരു കാര്യത്തിന്, ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവൻ അറിയുകയാണ്. സെൻസറി മോട്ടർ ആണ്. അവന്റെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം, നനവ്, വെള്ളം ഒഴുകുന്നത്, അതിന്റെ ഒരു ഫീൽ അവൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും അവൻ വെള്ളം എന്ന് പറയാനായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ വാട്ടർ, വെള്ളം എന്ന് പറയാൻ പഠിക്കുന്നു. വെള്ളം കണ്ടാൽ ഇത് വെള്ളമാണെന്ന് മനസ്സിലാക്കുന്നു. വെള്ളത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ അവന് വെള്ളം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അവൻ വളരും. ഇനി ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിനകത്ത് നോക്കിക്കേ, കുറച്ച് വീതിയുള്ള ഒരു ഗ്ലാസ്സിലുള്ള വെള്ളവും കുറച്ച് വീതി കുറഞ്ഞ് നീളം കൂടിയ ഗ്ലാസ്സിലുള്ള വെള്ളവും ഈക്വൽ ആണെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. അതായത് ഒരെണ്ണം ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നു, ഒരെണ്ണം ഹൈറ്റ് കൂടിയിരിക്കുന്നു, പക്ഷെ വോളിയം സെയിം ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സൈസ്, മെഷർമെന്റ്, വെയിറ്റ് ഒക്കെയുള്ള കാര്യങ്ങൾ അവൻ ഐഡന്റിഫൈ ചെയ്ത് വരികയാണ്. ഇനി ഒരു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക്, ഒരു 11 വയസ്സിന് മുകളിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടിയൊക്കെ ഫിലോസഫിക്കൽ ആയിട്ടൊക്കെ, കുറച്ചുകൂടിയൊക്കെ അബ്സ്ട്രാക്ട് ആയിട്ടൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതായത് ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം ഇരിക്കുമ്പോൾ ഇത് ഹാഫ് ഫുൾ ആണോ, ഹാഫ് എംറ്റി ആണോ എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ചൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യങ്ങളിലേക്കൊക്കെ പോകുന്നു. അദ്ദേഹം വളരെ മനോഹരമായിട്ടൊരു 4 സ്റ്റേജസ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഈ സെൻസറി മോട്ടോർ സ്റ്റേജില് 0 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളാണ് വരിക. അപ്പൊ അവിടെ ആ സ്റ്റേജിൽ എന്താണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, കോർഡിനേഷൻ ഓഫ് സെൻസസ് വിത്ത് മോട്ടോർ റെസ്പോൺസസ്, സെൻസറി ക്യൂരിയോസിറ്റി അബൌട്ട് ദ വേൾഡ്. നമുക്കറിയാം കൊച്ചു കുട്ടികള് എന്ത് സാധനം കിട്ടിയാലും അവരുടെ അടുത്ത് വായിൽ വെക്കും, അല്ലെ? എപ്പോഴും വിരല് വായിലിടും, അല്ലെങ്കിൽ എന്ത് സാധനം കൈ കിട്ടിയാലും അവരുടെ അടുത്ത് വായിൽ വെക്കും. അവരുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മോട്ടോർ റെസ്പോൺസസ് ഉപയോഗിച്ചുകൊണ്ട് അവരാ ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇനി ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഡിമാൻഡ്സ് ആൻഡ് കാറ്റലോഗിങ്. അവര് വാക്കുകൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ആയിരിക്കും പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് അവരെ ലോകത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി ഒബ്ജക്റ്റ് പെർമനൻസ് ഇസ് ഡെവലപ്പ്.
ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാല് ഒരു സാധനം നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയാം. കൊച്ചു കുട്ടികളെയൊക്കെ കളിപ്പിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പരിപാടി ഇങ്ങനെ ഒളിച്ചേ കണ്ടേ എന്ന് പറഞ്ഞ് കളിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഒളിച്ചു, ഈ കൈയുടെ പുറകിൽ നമ്മൾ ഒളിച്ചു എന്ന് പറയുമ്പോൾ കുട്ടി നമ്മളെ കാണുന്നില്ല. അപ്പോ കുട്ടി വിചാരിക്കണം, അയ്യോ നമ്മളവിടെ ഇല്ല. ഈ നമ്മളെ മുന്നിൽ വെച്ച് ഇങ്ങനെ മറയ്ക്കുന്ന ഈ കൈക്കിപ്പുറത്ത് ആളുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ ആ കൈ മാറ്റി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വന്നു. അപ്പൊ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വീണ്ടും വന്നു. അപ്പോ ആ ഒരു ഫീലിലാണ് കൊച്ചി അത് കാണുമ്പോൾ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ. അപ്പോ ഈ കൈ വെച്ച് ഇങ്ങനെ മറച്ചാലും ഇതിനപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരാള് കൈ വെച്ച് മറച്ചാലും ഇതിനപ്പുറത്ത് അയാൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയാം. അത് ഈ 0 മുതൽ 2 വയസ്സ് വരെയുള്ള വളർച്ചയുടെ കാലഘട്ടത്തിലാണ് ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന കാര്യം ഡെവലപ്പ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പിള്ളേരെ പോയി ഒളിച്ചേരി കണ്ടെന്നും പറഞ്ഞ് നമ്മളൊന്ന് ഒളിച്ചു നിൽക്കുമ്പോൾ കുട്ടി വിചാരിക്കും അയ്യോ നമ്മളെ കാണാനില്ല. പക്ഷെ ആ ഒളിച്ചതിനപ്പുറത്ത് നമ്മൾ ഉണ്ടെന്ന് കുട്ടി മനസ്സിലാക്കി എടുക്കുന്നതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ഒരു 2 മുതൽ 7 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ കുട്ടി കുറച്ചുകൂടി സിംബോളിക് ആയിട്ടുള്ള തിങ്കിങ് വരുന്നു. കുറച്ചുകൂടി വാക്കുകൾ ഉച്ചരിക്കാനായിട്ട് ശ്രമിക്കുന്നു. വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നമുക്കൊരു ഒരു സാധനം വേണം. മറ്റേ കൊച്ചു കുട്ടികളാകുമ്പോൾ വിശക്കുമ്പോൾ അവർ കിടന്ന് കരയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോഴത്തേനും അവര് വെള്ളം വേണമെങ്കിൽ വെള്ളം എന്നവർ പറയാൻ തുടങ്ങും. അല്ലെങ്കിൽ ഫുഡ് വേണമെങ്കിൽ എന്നെ വേണം എന്നവര് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, വാക്കുകളിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ഇനി അവർക്ക് ഇമാജിനേഷനും ഇൻഡ്യൂഷനും ഒക്കെ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ കോംപ്ലക്സ് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് തോട്ട്സ് ഒന്നും ആ സമയത്ത് ഫിലോസഫിക്കൽ ആയിട്ടൊന്നും കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ ഇമാജിനേഷനും ഇൻഡ്യൂഷനും ഒക്കെ സ്ട്രോങ് ആയിരിക്കും. ആ സമയത്ത് കുട്ടികൾ ഈ എന്താണ് പാവക്കുട്ടികൾക്ക് ജീവൻ ഉണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പാവക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക, ഇതൊക്കെ ഒരു ഒരു അനിമിസ്റ്റിക് പോലത്തെ അങ്ങനത്തെ തോട്ട്സിലേക്ക് കുട്ടികൾ വരുന്നു. ഈ ആനിമൽസിനല്ല, ഈ ഡോളിനൊക്കെ ജീവൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ ഫീഡ് ചെയ്യുക. ഇതൊക്കെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആയിട്ടാണ് പിയാഷെ പറയുന്നത്. ഇനി ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് വരുവാണ് കുട്ടികൾ 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. അതായത് കോൺക്രീറ്റ് സിറ്റുവേഷൻസുമായിട്ട് ഇവർ കോൺസെപ്റ്റുകളെ അറ്റാച്ച് ചെയ്യാണ്. അതായത് സമയം മനസ്സിലാക്കുക, സ്പേസ്, ക്വാണ്ടിറ്റി, ഇൻഡിപെൻഡന്റ് കോൺസെപ്റ്റ് ആയിട്ടല്ല എങ്കിൽ പോലും ഒരു ടൈമും സ്പേസും ക്വാണ്ടിറ്റിയും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ 7 to 11 ഇയേഴ്സ് ഓൾഡ് എന്ന് പറയുന്നത്. അതിനെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് പറയുക. ഇനി 11 മുകളിലേക്കാകുമ്പോൾ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അവിടെ കുറച്ചുകൂടി തിയററ്റിക്കൽ ആയിട്ട്, കുറച്ചുകൂടി ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടൊക്കെ കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരു ലോജിക്കൽ റീസണിങ് ഒക്കെ വളർന്നു വരികയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിൾ അല്ല, ഈ തിയറി കുറച്ച് വാസ്റ്റ് ആണ്. കുറെ അധികം കാര്യങ്ങൾ തിയറിക്കകത്ത് പറയുന്നുണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി മുമ്പ് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എറിക്സൺ സ്റ്റേജ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ആണ്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഇതൊക്കെ എറിക്സൺ പറഞ്ഞിരിക്കുന്ന പല സ്റ്റേജുകളാണ്. അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കാം. എറിക്സൺസ് സൈക്കോളജിക്കൽ സ്റ്റേജസ്, ഇതാണ് എറിക്സൺ പറഞ്ഞിരിക്കുന്ന സൈക്കോളജിക്കൽ സ്റ്റേജസ്. 1 2 3 4 5 6 7 സോറി 8 സ്റ്റേജസ് ആണ് സൈക്കോ സോഷ്യൽ സ്റ്റേജസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നിങ്ങള് നമ്മള് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് എറിക്സന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസ്. അതിൽ അദ്ദേഹം 8 സ്റ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് 0 മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾ. അവിടെ ഉണ്ടാകുന്ന അവരുടെ ബേസിക് കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുക. അപ്പോ ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കരുത് എന്നൊക്കെയുള്ള ഒരു ബേസിക് കോൺഫ്ലിക്റ്റ് ആണ് ഈ 1 വയസ്സ് വരെയുള്ള കുട്ടികൾ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനകത്ത് ട്രസ്റ്റ് ദാറ്റ് ബേസിക് നീഡ്സ് സച്ച് ആസ് നറിഷ്മെന്റ്, അഫെക്ഷൻ വിൽ ബി മീറ്റ്. കുട്ടി ആരെയാണ് ട്രസ്റ്റ് ചെയ്യുക? കുട്ടിക്ക് ആരാണോ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ആരാണോ അവനെ സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കുന്നത്, ആരാണോ അവന് വിശക്കുമ്പോ പാല് കൊടുക്കുന്നത്, ആരാണ് അവനെ കളിപ്പിക്കുന്നത്, അവനൊരു അഫെക്ഷൻ കാണിക്കുന്നത് ആരാണ്, ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്ന ആരാണ്,
കൂടുതൽ അമ്മമാരോട് കുട്ടികൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതിന് കാരണം ഈ കുട്ടിയുടെ ആവശ്യമുള്ള എല്ലാ ബേസിക് നീഡ്സിനെയും അമ്മയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ കൊച്ചിനെ എടുക്കാൻ നോക്കുമ്പോൾ കൊച്ചു കരയുന്നത്, അങ്ങനെയുള്ള കാര്യം നമ്മുടെ ബേസിക് ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് കുട്ടിക്ക് ട്രസ്റ്റ് കൂടുതൽ ചില ആളുകളോടായിരിക്കും. ഇനി ഒന്ന് വിചാരിക്കുക, ആ സമയത്ത് ആ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു വെർച്വ ആണ് ഹോപ്പ് എന്നാണ് എറിക്സൺ പറഞ്ഞിരിക്കുന്നത്. അതായത് ആ സമയത്ത് ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന ബേസിക് നീഡ്സ് ഒന്നും കിട്ടുന്നില്ല എന്നല്ല. അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടുന്നില്ല, അവരെ ആരും കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരോട് ആരും സ്നേഹമായിട്ട് പെരുമാറുന്നില്ല, മൊത്തത്തിൽ അടി ബഹളം വഴക്കൊക്കെ ആണെങ്കിൽ കുട്ടി ഭാവിയിലേക്ക് അവന്റെ ഉള്ളിൽ ഒരു മിസ്ട്രസ്റ്റ് ഫോം ചെയ്തു വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവന് ഹോപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഏർലി ചൈൽഡ്ഹുഡ്, അതായത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്റ്റേജ് ആണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട് എന്ന് പറയുന്നത്. അതായത് ആ സമയത്താണ് കുട്ടികൾ ഒരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ മെനി ടാസ്കിൽ അവർ സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് ഫോം ചെയ്തു വരുന്നത്. അതായത് ഒരു കാര്യം സ്വന്തമായിട്ട് അതുവരെ എല്ലാവരും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു, കുട്ടി തന്നെത്താനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തന്നെത്താനെ ഇപ്പം തനിയെ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തനിയെ ഭക്ഷണം വാരി കഴിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് പല ടാസ്കുകളിലും ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു സമയമാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് അവൻ കൃത്യമായിട്ട് ഇതുപോലെ പൂർത്തിയാക്കാൻ അവന് പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ അവന്റെ ഉള്ളിൽ ഒരു വില്ല് ഡെവലപ്പ് ചെയ്ത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഒരു വില്ലെന്ന് പറയുന്ന ഒരു വേർച്യു ഡെവലപ്പ് ചെയ്ത് വരുമെന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ വരുന്നില്ല, കുട്ടിക്ക് ആ സമയത്ത് അങ്ങനെ ആ സ്റ്റേജ് കൃത്യമായിട്ട് അല്ലെങ്കിൽ ആ സമയത്തെ ഡെവലപ്മെന്റ് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു ഷെയിം അല്ലെങ്കിൽ ഡൗട്ട് പോലെയുള്ള അവസ്ഥകളിലേക്ക് ഒരു ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഷെയിമും ഡൗട്ടും ഒക്കെ അവന്റെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്ലേ ഏജ് ആണ് 3 to 6 ഇയേഴ്സ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന ബേസിക് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ്. അതായത് പല ആക്ടിവിറ്റീസിലും കുട്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. അപ്പോൾ മേ ഡെവലപ്പ് ഗിൽറ്റ് വെൻ അൺസക്സസ്ഫുൾ ഓർ ബൗണ്ടറീസ് ഓവർസ്റ്റെപ്ഡ്. ഓരോ കാര്യത്തിന് കുട്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് കുട്ടി തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവനെ ആരെങ്കിലും അല്ലെങ്കിൽ അവളെ ആരെങ്കിലും തടയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട, അല്ലെങ്കിൽ ബൗണ്ടറീസ് വെക്കുകയാണ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളില് ഗിൽറ്റ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ സ്റ്റേജ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഒരു വേർച്യു ആണ് പർപ്പസ് എന്ന് പറയാം. ഇനി ഒരു സ്കൂളിൽ പോകുന്ന ഒരു ഏജ് 7 to 11 ഇയേഴ്സ്, സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സ്റ്റേജ് 7 to 11 ഇയേഴ്സിൽ ഉണ്ടാകുന്ന സ്റ്റേജ് ആണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയാം. അത് ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തു വരുന്ന, ഏബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തു വരുന്ന, കോമ്പിറ്റന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോയിട്ട് ബാക്കി പിയർ ഗ്രൂപ്പുമായിട്ടൊക്കെ ഇടപെട്ട് ഗെയിമുകളിലൊക്കെ കളിച്ച് അങ്ങനെ മൊത്തത്തിൽ കുട്ടി ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ് 7 മുതൽ 11 വയസ്സ് വരെ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് അവന് കോമ്പിറ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവനൊരു സെൽഫ് കോൺഫിഡൻസോട് കൂടി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ പ്രായം കുട്ടിയുടെ കോൺഫിഡൻസ് ലെവലിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായേക്കാവുന്ന, ഈ ഡെവലപ്മെന്റിൽ ഉണ്ടായേക്കാവുന്ന മറ്റു പ്രശ്നങ്ങള്, പുറമേ നിന്നുള്ള ആളുകളുടെ പ്രശ്നങ്ങള്, അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകള് അവനെ വേണ്ട വിധത്തിൽ അംഗീകരിക്കാതിരിക്കുക, കുട്ടിക്ക് സ്വന്തമായിട്ട് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കാതിരിക്കുക, അങ്ങനെ മൊത്തത്തിൽ അവന് പ്രശ്നങ്ങളാണെങ്കിൽ ആ സമയത്ത് തന്നെ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അഡോളസൻസിലേക്ക് വരുമ്പോൾ ഒരു 12 to 18 ഇയേഴ്സിൽ ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. അവിടെ എക്സ്പെരിമെന്റ് വിത്ത് ആൻഡ് ഡെവലപ്പ് ഐഡന്റിറ്റി ആൻഡ് റോൾസ്. അതായത് കുട്ടി ആ സമയത്ത് ഞാൻ എന്താണ്, ഞാൻ ആരാണ്, നമുക്കറിയാം ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്താണ്, എന്റെ ഐഡന്റിറ്റി എന്താണ്, ഞാൻ എന്തൊക്കെ ചെയ്യും. ഇപ്പൊ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ ആൺകുട്ടിയാണ്, അപ്പൊ എന്റെ റോൾ എന്താണ്, അല്ലെ ഞാൻ പെൺകുട്ടിയാണോ, എന്റെ റോൾ എന്താണ് എന്നൊക്കെയുള്ള ഒരു കുട്ടി അവരുടെ തന്നെ ഐഡന്റിറ്റിയെ മനസ്സിലാക്കുന്ന, അവരുടെ ബോഡിയെ മനസ്സിലാക്കുന്ന, അവരുടെ ക്യാരക്ടറിനെ ഒക്കെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു സെൽഫ് അനാലിസിസ് ഒക്കെ നടത്തുന്ന ഒരു പ്രായമാണ്.
അപ്പൊ ആ സമയത്ത് ഉണ്ടായേക്കാവുന്ന മറ്റു പ്രശ്നങ്ങൾ ഒരു കൺഫ്യൂഷനിലേക്ക്, ഒരു ഐഡന്റിറ്റിക്ക് പകരം ഒരു കൺഫ്യൂഷനിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏർലി അഡൽട്ട്ഹുഡ് 19 to 29 ഇയേഴ്സ് ആണ്. 19 to 29 ഇയേഴ്സ് എന്ന് പറയുമ്പം ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. അതായത് റിലേഷൻഷിപ്പുകൾ ഫോം ചെയ്യുന്ന, ഇന്റിമസി ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് നല്ല റിലേഷൻഷിപ്പുകൾ, അതായത് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ, പേരൻസുമായിട്ടുള്ള നല്ല റിലേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളാകാം, അങ്ങനെ നല്ല റിലേഷനുകൾ കുട്ടികൾക്ക് എന്താണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ ഉണ്ടായി വരുന്ന ഒരു വെർച്വൽ ലവ് ആണ്. ഇനി അത് പറ്റുന്നില്ല, ഈ ഓരോ റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മൊത്തത്തിൽ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ അത് ഐസൊലേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി 30 to 64 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. അതായത് നമുക്കറിയാം, ഒരു 29-30 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകൾ കല്യാണം ഒക്കെ കഴിച്ച് ജോലിയൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കാണ് ഇദ്ദേഹം എറിക്സൺ പറയുന്നത്. അപ്പോൾ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയെ അയാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, ഒരു ഫാമിലി ഫോം ചെയ്തു. ഇനി ആ ഫാമിലിയിൽ നിന്നുകൊണ്ട് അയാൾ ജോലി ചെയ്ത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കെയറിങ് മെന്റാലിറ്റി ഉണ്ട്. ഫാമിലിയെ കെയർ ചെയ്യുന്നു, സൊസൈറ്റിയുമായിട്ട് കെയർ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കെയറിങ് എന്ന് പറയുന്ന ഒരു വെർച്യു ഡെവലപ്പ് ചെയ്തു വരും. ഇനി അങ്ങനെ ഒരു ജനറേറ്റിവിറ്റി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാഗ്നേഷൻ ആയിരിക്കും സംഭവിക്കുക. ഇനി ഓൾഡ് ഏജ്, അതായത് ഒരു 65 വയസ്സിന് മുകളിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ ആണ്. അതായത് ആക്സസ് ആൻഡ് മേക്ക് സെൻസ് ഓഫ് ലൈഫ് ആൻഡ് മീനിങ് ഓഫ് കോൺട്രിബ്യൂഷൻസ്. അതായത് 65 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂടുതലും ആളുകൾ റിട്ടയർ ഒക്കെ ആയി, അല്ലെങ്കിൽ പ്രായമായി ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് അവർ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവര് റീതിങ്ക് ചെയ്യും. അതായത് എന്റെ ഇത്രയും കാലം കൊണ്ടുള്ള ജീവിതത്തിൽ ഞാൻ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഞാൻ സൊസൈറ്റിക്ക് കൊടുത്തത്, എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഞാൻ എന്റെ വീട്ടുകാർക്ക് കൊടുത്തത്, എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്തായിരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ എന്ത് നേടി എന്നൊക്കെ റീതിങ്ക് ചെയ്യുന്ന ഒരു മീനിങ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഓൾഡ് ഏജ് എന്ന് പറയുക, ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പയർ എന്ന് പറയുന്ന സമയം. അപ്പൊ ആ സമയത്ത് അയാൾ ഒരു വളരെ എന്താണ് വളരെ ഒരു സംതൃപ്തി തോന്നുകയാണ് ജീവിതത്തിലൊക്കെ. എന്റെ ജീവിതം വളരെ മനോഹരമായിരുന്നു, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, ഞാൻ കുറെ കോൺട്രിബ്യൂഷൻസ് നടത്തി എന്ന് പറയുന്ന വളരെ ഒരു സംതൃപ്തി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടാകും. അതുപോലെ ഉണ്ടാകുന്ന വിർച്യു ആണ് വിസ്ഡം എന്ന് പറയുന്നത്. വിസ്ഡം. ഇനി അങ്ങനെയല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇത്രയും പ്രായമായി, ഞാൻ ആഗ്രഹിച്ചതൊന്നും നടത്തിയില്ല, എനിക്ക് എന്റെ കുടുംബത്തിനെ നോക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്റെ ജോലിയിൽ എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല, എനിക്കൊന്നും നേടാൻ പറ്റിയില്ല എന്നൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് വിഷമങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഡെസ്പായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഈ പറഞ്ഞതുപോലെ എന്താണ് ആ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ ഒരുപാട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വാക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ബാക്കി നമുക്ക് അതിന്റെ മീനിങ് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോറി, എന്റെ സ്ക്രീൻ ഷെയർ മുന്നോട്ട് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് കുറച്ച് തിയറീസ് പറയുന്നത്. ഇനി നിങ്ങൾ ഫർദർ ആയിട്ട് നിങ്ങൾ കുറച്ചും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം ഇൻക്ലൂഡ് ചെയ്തത്. ഇനി കൂടാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, പാവ്ലോവിന്റെ, അതുപോലെ നമ്മുടെ ഓപ്പറന്റ് കണ്ടീഷൻ തിയറി ഉണ്ട്, എബ്രഹാം മാസ്ലോയുടെ നീഡ് തിയറി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് തിയറീസ്, ഈ ലേണിംഗ് തിയറീസിനകത്ത് ഒത്തിരി ഉണ്ട്. ബിഹേവിയറിസ്റ്റ് തിയറികളുണ്ട്, സ്ട്രക്ചറൽ തിയറികളുണ്ട്, നാച്ചുറലിസം ഉണ്ട്, ഹ്യൂമനിസം ഉണ്ട്, ജസ്റ്റാൾട്ട് തിയറി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് തിയറികൾ ഡയറക്റ്റ് ആയിട്ട് സിലബസിൽ പറയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ച് തീർന്നത് കൊണ്ടായിരിക്കാം പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കുമ്പോൾ അവർ ഇതുവരെ ചോദിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്വയം പ്രഭ, അങ്ങനെയുള്ളതിനകത്തുനിന്ന് തന്നെ പോലും ഒരുപാട് ഡീപ്പായിട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ സാധിക്കുന്നത് പോലെയൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പൊതുവെ കുറച്ച്
പഠിക്കാൻ നമുക്ക് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നുന്ന ഒരു പേപ്പറാണ്. പക്ഷെ എങ്കിൽ പോലും അതിനകത്തുനിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് പോയാൽ മാത്രം നമുക്ക് ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈയിടെയായിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. A teacher gives lot of positive and negative examples to support his or her presentations in the classroom. This will be related to which level of teaching? നമ്മൾ ടീച്ചിങ്ങിന്റെ 3 ലെവൽസ് പഠിച്ചിരുന്നു. മെമ്മറി ലെവല്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവല്, റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറഞ്ഞ് 3 ലെവൽ പഠിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാമോ? ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ് ടീച്ചർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് കൊടുക്കുന്നത്? അതായത് ക്ലാസ്സിൽ ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എക്സാമ്പിൾസ് കൊടുക്കുന്നത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണെന്നാണ് ചോദ്യം. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാമോ? ആരും ഇല്ല, എല്ലാരും പോയോ? ചാറ്റ് ബോക്സ് ചുമ്മാ ഏതെങ്കിലുമൊക്കെ ഗസ് ചെയ്തിടും. ആരുമില്ല? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ് കേട്ടോ. നമ്മൾ ഒരു കാര്യം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കുറച്ചുകൂടി എക്സാമ്പിൾ ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും, അല്ലെ? മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ നെഗറ്റീവ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ആ ലെവല് നമുക്ക് കുറച്ചുകൂടി ആ കോൺസെപ്റ്റ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് കൊടുക്കുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലാണ്. ഇനി who amongst the following coined the term formative and summative evaluation? ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ഇത് ഞാൻ എന്റെ സ്ലൈഡിൽ കഴിഞ്ഞ ദിവസം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ആൻസർ ചെയ്യാമോ? ആരും കേൾക്കുന്നില്ല, ആരും ഇല്ലേ? ഓക്കെ, അതിന്റെ ആൻസർ വരുന്നത് മൈക്കൽ സ്ക്രീവൻ ആണ്. അദ്ദേഹമാണ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ടേംസ് കോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴ്സിന്റെ കൂടെ ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നടത്തുന്ന ഇവാലുവേഷൻ ആണ്, ലൈക്ക് ക്വിസസ് അല്ലെങ്കിൽ ഓൺലൈൻ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ പോലെ. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദി പ്രോസസ്, പ്രോസസ്സിന്റെ അവസാനം നടത്തുന്നതാണ്. ഈ ടേം കോയിൻ ചെയ്തിരിക്കുന്നത് മൈക്കൽ സ്ക്രീവൻ ആണ്. ഇനി വന്നിരിക്കുന്നത് ഐഡന്റിഫൈ ദ 4 ക്വാഡ്രൻസ് ഓഫ് ദ കോഴ്സസ് ഹോസ്റ്റഡ് ഓൺ സ്വയം. സ്വയം എന്ന് പറയുന്ന നമ്മുടെ സ്റ്റഡി വെബ്സ് ഓഫ് ആസ്പയറിംഗ് യങ് മൈൻഡ്സ്, സോറി ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. അപ്പൊ അതിനകത്ത് ആ കോഴ്സിനകത്ത് കൊടുത്തിരിക്കുന്ന 4 ക്വാഡ്രൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് വരുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകൾ വരുന്നുണ്ട്, വീഡിയോ ലെക്ചർ വരുന്നുണ്ട്, ഓൺലൈൻ ഡിസ്കഷൻ ഫോറം ഫോർ ക്ലിയറിംഗ് ദ ഡൗട്ട്സ് ഉണ്ട്, സ്പെഷ്യലി പ്രിപ്പയർഡ് റീഡിംഗ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ഓർ പ്രിന്റഡ് വരുന്നുണ്ട്. ഇതിനകത്ത് വരാത്ത ഒരേ ഒരു കാര്യം ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അമംഗ് ലേണേഴ്സ് ആണ്. അതായത് നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ലേണേഴ്സ് തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരുന്നില്ല. കാരണം എനിക്കറിയില്ല ഇതിനകത്ത് വേറെ ഏതൊക്കെ ആളുകൾ, ഏതൊക്കെ നാടുകളിൽ നിന്ന് എവിടെയൊക്കെ ഇരുന്നാണ് ആളുകൾ ഈ ക്ലാസ് കൂടുന്നതെന്നോ അല്ലെങ്കിൽ മറ്റേതൊക്കെ സ്റ്റുഡൻസ് ആണുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അതിനകത്ത് വരുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, നമുക്കൊരു വീഡിയോ ലെക്ചർ, നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ലെക്ചർ അതിനകത്ത് ഉണ്ടാവും. ആ വീഡിയോ ലെക്ചറിനോട് കൂടെ തന്നെ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങള് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് റീഡിംഗ് മെറ്റീരിയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന റീഡിംഗ് മെറ്റീരിയൽ അവർ പ്രൊവൈഡ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള ഡിസ്കഷൻ ഫോറംസ് അവിടെ ഉണ്ടാവും. അതുപോലെ സെൽഫ് അസസ്മെന്റ്, നമുക്ക് തന്നെ അസസ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വിസ് കാണും. അതുപോലെ നമ്മുടെ അസൈൻമെന്റുകൾ തരും. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഇതിന്റെ 4 ക്വാഡ്രൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം സിലബസിനുള്ളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പറയാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസസ് ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യം മാക്സിമം ഈ പറയുന്ന ക്വസ്റ്റിനെയറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെയറുകൾ മാക്സിമം ചെയ്തു നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ സിലബസിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന സിലബസ് കംപ്ലീറ്റ്ലി അതുപോലെ തന്നെ മുഴുവനായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോയാൽ പോലും നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ, അത് ഒരു ക്വസ്റ്റിനെയർ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് വർക്കായ ഒരു കാര്യം അതാണ്. ഒരു ക്വസ്റ്റിനെയർ തന്നെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് 2, 3, 4, 5 തവണയൊക്കെ ചെയ്തു നോക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോ തവണയും ഇത്തവണ തെറ്റിച്ച ഉത്തരങ്ങൾ അടുത്ത തവണ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ശരിയാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ചില ടേംസ്, ചില വാക്കുകൾ, ചില കണക്ഷനുകളൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നമുക്ക് ആ കാര്യം അറിയില്ലെങ്കിലും ചില കണക്ഷനുകളും ചില വാക്കുകളും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും അതേ ചോദ്യം തന്നെ വേറൊരു രീതിയിൽ, ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം അത് ചിലപ്പോൾ അടുത്ത തവണ നോക്കുമ്പം ഈ മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ഇതിലായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മാക്സിമം വീണ്ടും വീണ്ടും ചെയ്ത് നോക്കിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പം അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ നിങ്ങൾ ആ ഓപ്ഷൻസ് നോക്കുക, ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ പേരുകൾ നോക്കുക. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ, ഇപ്പൊ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്നൊരു ചോദ്യം കണ്ടു, അത് എന്താണെന്ന് അറിയില്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് എന്താണെന്ന് നോക്കുക. അല്ലെങ്കിൽ എറിക്സന്റെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് കണ്ടു, അപ്പം അത് ആരാണെന്ന് അറിയാം. അല്ലെങ്കിൽ പാബ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി നിങ്ങൾ എവിടെയോ കണ്ടു, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഉടനെ പോയി ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും അതിന്റെ മെയിൻ പ്രൊപ്പണന്റ് ആരാണെന്ന് നോക്കുക. അല്ലെങ്കിൽ നാച്ചുറലിസം എന്ന് കാണുമ്പോൾ എന്താണ് ഈ നാച്ചുറലിസം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ചെറിയ പോയിന്റ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് കോഡുകൾ യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുവാണെങ്കിൽ, എനിക്ക് വളരെ ഓർമ്മക്കുറവുള്ള ഒരാളാണ് ഞാൻ എന്ത് പഠിച്ചാലും പെട്ടെന്ന് മറന്നുപോകും, എന്ത് പറഞ്ഞാലും ഞാൻ പെട്ടെന്ന് മറന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ കോഡുകൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓർത്ത് വെച്ചാൽ, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേപ്പർ 1 നോക്കുന്നതിനോടൊപ്പം തന്നെ പേപ്പർ 2 കൂടി ഈക്വൽ ആയിട്ട് നോക്കണം. പിന്നെ ഞാൻ എടുത്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ചിലപ്പോ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ശ്രമിച്ചാലും നമുക്ക് അതിന്റെ ഉത്തരം എഴുതാൻ പറ്റില്ല. അതായത് ചിലപ്പം ഈ പറയുന്നത് പോലെ നിങ്ങൾ ചിലപ്പോൾ എന്താണ്, നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്ന ഒരു കാര്യമേ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ചോദ്യമാണ് കാണുന്നതെങ്കിൽ ആ ചോദ്യം വെച്ചിട്ട്, ഞാൻ എന്റെ തുടക്കത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒട്ടും അറിയത്തില്ല എന്ന് നമുക്കറിയാം എങ്കിലും ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇങ്ങനെ കുറെ നേരം അതിന്റെ സമയം കളയുമായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ ആ ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അപ്പൊ തന്നെ കറക്കി കുത്തി വെക്കുക, അല്ലെങ്കിൽ പിന്നീട് കറക്കി കുത്താൻ വേണ്ടിയിട്ട് അതിനെ സേവ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ വീണ്ടും അതിനുശേഷം എഴുതുന്നവരുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഒരു സെക്കൻഡ്, ആദ്യമായിട്ട് എഴുതുന്നവർ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും എഴുതുന്നവരൊക്കെ കാണും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കാണുമല്ലോ ഏത് ഏരിയയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയ, ഏത് ഏരിയയിലാണ് നിങ്ങൾ വളരെ വീക്ക് ആയിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഐഡിയ അനുസരിച്ച്, ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് മാത്സ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഞാൻ ചെയ്യും, പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണ്ട ഏരിയയാണ്. എനിക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ കുറച്ചധികം സമയം ഇരുന്ന് നോക്കി എഴുതിയൊക്കെ പിടിച്ചു വന്നാലേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് എനിക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതായത് ഞാൻ ക്ലിയർ ചെയ്ത എക്സാമിന്റെ സമയത്ത് ഞാൻ ഒരു തവണയല്ല, ഞാൻ ഒന്നിലധികം തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് JRF ക്ലിയർ ചെയ്ത എക്സാമിന്റെ സമയത്ത് ഞാൻ എടുത്ത ഒരു കാര്യം, ആദ്യമേ തന്നെ ബാക്കി ആൻസേഴ്സ് ഫസ്റ്റ് പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും ഒക്കെ ആൻസർ ചെയ്ത് പോയതിൽ ഞാൻ മാത്സ് മാത്രം
അറ്റൻഡ് ചെയ്യാതെ എന്നല്ല, വായിച്ചു നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. ബാക്കിയെല്ലാം ഞാനൊരു ലാസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 25 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒരു അവസാനത്തെ അരമണിക്കൂറിലേക്ക് ഞാൻ മാറ്റി വെച്ചു. ബാക്കി കംപ്ലീറ്റ് ആൻസർ ചെയ്തതിന് ശേഷം അവസാനത്തെ അരമണിക്കൂറാണെന്നാണ് എന്റെ ഓർമ്മ. അരമണിക്കൂർ ഇരുന്നിട്ടാണ് ഞാൻ ഈ മാത്സിന്റെ പ്രോബ്ലംസ് ഒന്നേന്ന് എടുത്ത് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായിട്ടിരുന്ന് ചെയ്യാനും പറ്റി. എനിക്ക് തോന്നുന്നു എല്ലാത്തിന്റെ ഒന്നും ഉത്തരം കിട്ടിയില്ല, പക്ഷെ എന്നാലും കുറെയൊക്കെ എനിക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങള് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണ്, നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ സമയം ക്രമീകരിച്ച് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് JRF ക്വാളിഫൈഡ് ആയത്. ഞാനൊരു അതായത് ഞാൻ PG ചെയ്യുന്ന സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയർ മുതൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഈ 4 തവണ ആദ്യം എഴുതിയ 4 തവണയും എനിക്ക് നെറ്റ് പോലും ക്ലിയർ ആയില്ല എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും ഒരു തവണ നെറ്റ് ക്ലിയർ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ വെച്ച് എക്സാം എഴുതുന്നത് നിർത്തിയാണ്. പക്ഷെ 4 തവണ എഴുതിയിട്ടും എനിക്ക് നെറ്റ് കിട്ടിയില്ല. അപ്പൊ എനിക്ക് ഇച്ചിരി വാശി തോന്നി, 4 തവണ എഴുതിയിട്ടും കിട്ടിയില്ലല്ലോ, എന്നാ പിന്നെ ഒന്നുകൂടി എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫൈനലായിട്ട് എഴുതിയതാണ് 5ാമത്തെ തവണ. ജൂൺ 2023 JRF ക്വാളിഫൈഡ് ആയത്. ഞാൻ അങ്ങനെ വളരെ എക്സലന്റ് ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഒന്നും അല്ല, വളരെ ആവറേജ് ബുദ്ധിയുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് JRF ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആർക്കും JRF ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. നിങ്ങള് എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 5 തവണ എക്സാം എഴുതിയത് കൊണ്ട് ഓരോ തവണയും നമ്മള് ആദ്യത്തെ തവണ ഞാൻ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ 2ാമത്തെ തവണ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യാണ്. അപ്പൊ വീണ്ടും 3ാമത്തെ തവണ വീണ്ടും റിവൈസ് ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ എനിക്ക് അവസാനം ഒരു 5ാമത്തെ തവണയൊക്കെ ആയപ്പോഴത്തേനും കുറെയൊക്കെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ അങ്ങ് ഫിക്സ് ആയിപ്പോയി. ഓക്കെ, ഒരു പേര് കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട്ബുക്കിൽ അതെന്റെ പേപ്പർ 2-ന്, ഞാൻ സോഷ്യോളജിയാണ് എന്റെ മെയിൻ സബ്ജക്ട്. അപ്പൊ ആ പേപ്പർ 2-ന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, പല കോൺസെപ്റ്റുകൾ പല തിയറിസ്റ്റുകളൊക്കെ കാണും. അപ്പൊ ഒരു തിയറിയുടെ പേരെഴുതിയിട്ട് ആ തിയറിസ്റ്റിന്റെ പേരെഴുതി ഞാൻ പേപ്പറുകളിൽ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് അത് വീണ്ടും 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 ഒരുപാട് തവണ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് ഒരു തിയറിസ്റ്റിന്റെ പേരെഴുതിയിട്ട് അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ബുക്കുകൾ, ഏതൊക്കെ ഏരിയയിലാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ളത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ആ തിയറി എന്താണെന്ന് അറിയില്ല എങ്കിൽ പോലും ആ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തിയറിയുടെ ഒരു കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ ഓക്കെ ഇന്ന കോൺസെപ്റ്റ് ഇന്ന ആളുടേതാണെന്ന് പെട്ടെന്ന് പറയാനുള്ള അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ഇത് കിട്ടുമായിരുന്നു. അതായത് പെട്ടെന്ന് ക്ലിഫോർഡ് ഗേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ തിക് ഡിസ്ക്രിപ്ഷൻ, അത് ഞാൻ അതിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുമായിരുന്നു. അത് ഈ ക്ലിഫോർഡ് ഗീറ്റ്സും തിക് ഡിസ്ക്രിപ്ഷനും അത് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. തിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ക്ലിഫോർഡ് ഗീറ്റ്സ്, ഓക്കെ ഗീ എന്ന് പറയുന്നത് കുറച്ച് തിക്കാണ്, അപ്പൊ ക്ലിഫോർഡ് ഗീറ്റ്സിനെ തിക് ഡിസ്ക്രിപ്ഷനുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു തവണയോ 2 തവണയോ ഒക്കെ എഴുതിയിട്ട് കിട്ടാത്ത ആളുകളാണെങ്കിൽ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു ക്ലാസ് എൻഡ് ചെയ്യാൻ തോന്നുന്നു. താങ്ക് യു.